സ്ഥിരമായിട്ട് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ആസ്മയൊന്നും കൺട്രോൾ ആവുന്നില്ല. ഈ കംപ്ലയിൻസ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വരാറുണ്ട്. ഇൻഹേലർ ടെക്നിക്ക് ഇൻകറക്റ്റ് ആയതുകൊണ്ടാണ് ആസ്മയും COPD ഒന്നും കൺട്രോൾ ആവാതെ നിൽക്കുന്നതാണ്. ഹായ്, ഐ എം ഡോക്ടർ അജയ് കൃഷ്ണൻ, കൺസൾട്ടന്റ് പൾമോളജിസ്റ്റ്, ആത്രയ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. മീറ്റർ ഡോസ് ഇൻഹേലേഴ്സിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മൗത്ത് പീസ് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാപ്പാണ്. ഇതാണ് മൗത്ത് പീസ്. ഇത് കാനിസ്റ്റർ. ഇതാണ് ആക്ച്വേറ്റർ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ഡിവൈസ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ വരുന്ന എല്ലാ ഡിവൈസിലും ഡോസ് കൗണ്ടർ കൂടി ഉണ്ടാവും. ഇവിടെ ആയിട്ട് ഒരു ഡോസ് കൗണ്ടർ കൂടി ഉണ്ടാവും. ആ ഡോസ് കൗണ്ടറിൽ യൂഷ്വലി ഒരു 120 പഫ് വരെ ആയിരിക്കും ഉണ്ടാവുക. ഓരോ പഫ് അടിക്കുമ്പോഴും കൗണ്ടറിൽ നമ്പർ കുറഞ്ഞു വരും. 0 ആകുമ്പോൾ കഴിഞ്ഞു അർത്ഥം. യൂഷ്വലി ഒരു ഗ്രീൻ കളർ റെഡ് കളർ കോഡ് കൂടി ഇതിന് കൊടുക്കാറുണ്ട്. ഗ്രീൻ കളർ ആകുമ്പോൾ യൂഷ്വലി 40 പഫിന് മുകളിലായിരിക്കും. റെഡ് ആകുമ്പോൾ 40 പഫിന് താഴെയായിട്ടുണ്ടാവും. റെഡ് കളർ ആകുമ്പോൾ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡിവൈസ് വാങ്ങി വയ്ക്കും. ഇനി എങ്ങനെ ഡിവൈസ് യൂസ് ചെയ്യാം? ഫസ്റ്റ് ഡിവൈസ് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ ഈ ഡിവൈസ് യൂസ് ചെയ്യാതിരിക്കുമ്പോഴോ നമ്മൾ പുറത്തേക്ക് 2 പഫ് അടിച്ച് കളയാം. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇൻഹേലർ ഡിവൈസ് സ്റ്റെപ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് മൗത്ത് പീസ്, മൗത്ത് ക്യാപ്പ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇൻഹേലർ 5 മുതൽ 10 തവണ വരെ നന്നായി ഷേക്ക് ചെയ്യാം. അതിനുശേഷം ഡിവൈസ് നമ്മളുടെ മൗത്തിൽ വയ്ക്കാം. ലിപ്പ് നന്നായി ടൈറ്റ് ആയിട്ട് സീൽ ചെയ്യാം. സ്ലോ ആയിട്ട് ബ്രെത്ത് എടുക്കാൻ തുടങ്ങാം. ബ്രെത്ത് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ പൊസിഷനിൽ വെച്ചിട്ട് ഇൻഹേലർ അടിക്കാം. അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഡീപ്പ് ആൻഡ് സ്ലോ ആൻഡ് ഡീപ്പ് ആയിട്ട് ഇൻഹേൽ ചെയ്യാം. അതിനുശേഷം ഡിവൈസ് മാറ്റി വെച്ച് ഒരു 10 സെക്കൻഡോളം ബ്രെത്ത് ഹോൾഡ് ചെയ്യും. ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ആദ്യം ക്യാപ്പ് റിമൂവ് ചെയ്യുക, എന്നിട്ട് നന്നായി ഷേക്ക് ചെയ്യുക. നമ്മളൊരു ഡീപ്പായിട്ട് ബ്രെത്ത് എടുക്കുക, ഫുള്ളായി എക്സൈൽ ചെയ്ത് കളയുക. അതിനുശേഷം ഇങ്ങനെയാണ് ഡിവൈസ് യൂസ് ചെയ്യേണ്ടത്. ഇതിനുശേഷം സ്റ്റിറോയിഡ് കണ്ടന്റുള്ള ഇൻഹേലേഴ്സ് ആണെങ്കിൽ നമ്മൾ മൗത്ത് ഗാർഗിൾ ചെയ്ത് കളയും. അത് യൂഷ്വലി നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ഇൻഹേലർ യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. പിന്നെ റിഗാർഡിംഗ് ദ ക്ലീനിങ് ഓഫ് ഇൻഹേലേഴ്സ്, എങ്ങനെ ഇൻഹേലേഴ്സ് ക്ലീൻ ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ഈ മൗത്ത് പീസിൻ്റെ ക്യാപ്പ് റണ്ണിങ് വാട്ടറിൽ കഴുകാം. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ മെറ്റൽ കാനിസ്റ്റർ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഒരു 6 to 12 hours എങ്കിലും നമ്മൾ ഡ്രൈ ആക്കാൻ വയ്ക്കാം. ഡ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് റീകണക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ മീറ്റർ ഡോസ് ഇൻഹേലർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മീറ്റർ ഡോസ് ഇൻഹേലർ വിത്ത് സ്പേസറും ഡ്രൈ പൗഡർ ഇൻഹേലേഴ്സും ഒക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണാം.